ഹായ് ഫ്രണ്ട്സ്, സെല്ലിം പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേയാടാണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി വരുന്ന പേയാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ വീട് വരുന്നത് പേയാട് ഇലക്ട്രിസിറ്റി ബോർഡിന് സമീപമാണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെ നിന്ന് 20 മീറ്റർ മാറി ബസ് റൂട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീട് പുറമേ കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു സ്റ്റീരിയോ വർക്കൊക്കെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. യെല്ലോ ആൻഡ് ബ്രൗൺ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഉള്ളൊരു ബ്യൂട്ടിഫുൾ ടൈപ്പ് ഒരു വീടാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വലിയൊരു കാറായാലും നമുക്ക് കൊണ്ട് കയറാൻ പറ്റുന്ന ടൈപ്പിലാണ് അവർ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് വരുന്നത് 4.25 സെൻറ്റാണ്. 4 ബെഡ്റൂമാണ് ഈ വീടിന് അവർ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വലിയൊരു ഗേറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 20 ഫീറ്റ് വരുന്ന ഒരു വലിയൊരു ഗേറ്റ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ഗേറ്റാണ്. അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. വീടിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഇനോവ പോലത്തെ വലിയ വണ്ടികൾ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് ഇവിടെ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. 14x6 ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് അവർ നൽകിയിട്ടുള്ളത്. ഗ്രാനൈറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് തീമിലാണ് സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ കയറി വരുന്ന സ്റ്റെപ്പെല്ലാം ചെറിയ സ്റ്റെപ്പാണ്. നമുക്ക് കയറുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കയറാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു ചെറിയ സ്റ്റെപ്പൊക്കെയാണ് അവർ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് ഫുള്ള് തേക്കിലാണ്. സിംഗിളല്ല, ഡബിളാണ് വരുന്നത്. 2 ഡോറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് പോകാം. വീടിൻ്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു ഹാള് നമുക്ക് കാണാൻ പറ്റും. 16x14 സൈസ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹാളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് TV യൂണിറ്റും ബാക്കി കാര്യങ്ങൾ വരുന്നത്. വലിയൊരു TV തന്നെ നമുക്ക് ഇവിടെ വെക്കാൻ കണക്കിനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെ അതിൻ്റെ കബോർഡൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഹാളിൻ്റെ ലുക്ക് വരുന്നത്. അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ സോഫയൊക്കെ ഇടാൻ പറ്റുന്ന കണക്കിനുണ്ട്. ഈ ചുമലിൽ വാളാർട്ടൊക്കെ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ്സ് എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻ. അത്യാവശ്യം നല്ല സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലൈൻഡ്സ് അവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് തന്നെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒരു വലിയൊരു മിററൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു വാഷ് ബേസിനും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ലുക്ക് ഇതിന് കൊടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് കാണാൻ നല്ലൊരു ലുക്കുണ്ട്. താഴെ ഒരു കബോർഡും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു വാളാർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. 12x12 ഈ കാണുന്ന കിച്ചൻ്റെ സൈസ് വരുന്നത്. നല്ല സ്പീഷ്യസ് ആയിട്ടൊരു കിച്ചനാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലുക്കിലാണ് അവർ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ കബോർഡിലെല്ലാം ജിപ്സം ബോർഡാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ തീം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ അവർ നൽകിയിട്ടുണ്ട്. നല്ലൊരു സ്പേസ് ഇതിന് അവർ നൽകിയിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട് വർക്ക് ഏരിയയ്ക്ക്. നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡൊക്കെ കൊടുത്തിട്ട് ഒരു പൈപ്പ് കണക്ഷനൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിന് കിണറില്ല, പൈപ്പ് കണക്ഷനാണ് നൽകിയിട്ടുള്ളത്. ഒരു ബെഡ്റൂമാണ് ഈ വീടിൻ്റെ താഴെ വരുന്നത്. നമുക്കിനി ആ ബെഡ്റൂം ഒന്ന് കാണാം.
ഈ കാണുന്ന ബെഡ്റൂം 14x12 സൈസ് വരുന്നത്. നല്ലൊരു ലുക്കിൽ അവർ ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു വാൾഡ്രോബ്സ് ആണ്. വലിയൊരു മിററാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല ബോട്ടം വരെ നിൽക്കുന്നതാണ്. അതിൻ്റെ അകത്തൊരു കബോർഡ് അവർ നൽകിയിട്ടുണ്ട്. നമുക്കപ്പോൾ മൾട്ടിപർപ്പസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബ്ലൈൻഡ്സും അവർ നൽകിയിട്ടുണ്ട്. നല്ലൊരു ബെഡ്റൂമാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ വാൾ ആർട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. കാണുന്ന പോലെ തന്നെ നല്ലൊരു വലിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ലൊരു സ്പേസ് അതിന് കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഈ വീടിന് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് കജേരയുടെ വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ കളർ തീമുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ പോകുന്ന ഈ ഒരു സ്റ്റെയർ ഇരുമ്പും നമുക്ക് തടിയിലുള്ള ഒരു ഹാൻഡ് റീൽസും യൂസ് ചെയ്തിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോഴത്തേക്കെല്ലാം ലൈറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട്. പിന്നെ മുകളിലായിട്ട് തന്നെ ഒരു ഫാൻസി ലൈറ്റ് അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചുമരിലും നല്ലൊരു ഡിസൈൻ, ഒരു പാറ്റേൺ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 20x12 ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു രീതിക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഫാൻസി ലൈറ്റ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഈ സൈഡ് ഫുള്ള് കോൺക്രീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ടൈൽസ് അല്ല, ഇത് ടൈലൊന്നും അല്ല, ഇത് കോൺക്രീറ്റിൽ ഡിസൈൻ ചെയ്തിട്ട് അവർ വരച്ചെടുത്തൊക്കെയാണ്. നല്ലൊരു ലുക്ക് അത് നൽകുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ആ ഒരു ലുക്ക് നല്ലതായിട്ട് തന്നെ വരുന്നുണ്ട്. ഇവിടെയും എല്ലാ വിൻഡോസിലും ബ്ലൈൻഡ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ബ്ലൈൻഡ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ഒരു ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 16x14 നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വാൾഡ്രോബ്സ് വരുന്നത് ആ ഒരു ഭാഗത്താണ്. മിറർ നമുക്കിവിടെ സെപ്പറേറ്റ് അവർ ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട പോലത്തെ അതേപോലെ ലെങ്ത്തുള്ള മിറർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫുൾ വ്യൂ ഒക്കെ നമുക്കിവിടെ കിട്ടും. അവിടെ ഒരു കബോർഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഒന്ന് നോക്കാം. നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. താഴെ കണ്ട അതേപോലെ തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതെല്ലാം PVC ഡോറാണ്. നമ്മുടെ ബാത്റൂമിനെല്ലാം PVC ഡോർ, നല്ലൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ ഈ ബെഡ്റൂമിന് 16x10 സൈസ് വരുന്നത്. ഇവിടെയും വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അകത്തെ കബോർഡൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വലിയൊരു മിറർ അവർ ഈ റൂമിനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം വലിയൊരു മിറർ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ മറ്റ് 2 റൂമുകളിൽ കണ്ട അതേ സ്പേസും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മിററൊക്കെ ഈ ഒരു ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ടൈലെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ഉള്ളത് തന്നെയാണ്. ഡോറ് നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ സെയിം ഡോറാണ് വരുന്നത്, പാറ്റേൺ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വാളാർട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്.
നല്ലൊരു ലുക്ക് അത് കൊടുക്കുന്നുണ്ട്. ഹാളാർട്ടും കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ലൊരു ലുക്ക്, പ്രീമിയം ലുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ ഒരു സൈഡിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 12x12 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നല്ലൊരു സ്പേസ് ഇവിടെ നൽകുന്നുണ്ട്. നല്ലൊരു വാൾഡ്രോബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വാൾഡ്രോബ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സൈഡിൽ അവിടെ മിററും വരുന്നുണ്ട്. ഈ വാൾഡ്രോബ്സ് വാളായിട്ട് നല്ലൊരു കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. കളറുണ്ട്, സെയിം ഏകദേശം ഒരേപോലെ കളറൊക്കെ വരുന്ന തീം വരുന്നതാണ്. പിന്നെ മുകളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിന് 12x12 സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ബ്ലൈൻഡ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ ബാത്റൂം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിന്റെ ബാൽക്കണിയിലോട്ട് പോകാം. ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി വരുന്നത് 16x8 സൈസ് വരുന്നത്. ബാൽക്കണിയുടെ സൈസ് 16x8 വരുന്നത്. നല്ലൊരു സ്പേസ് ഇവിടെ നൽകുന്നുണ്ട്. വീടിന് മുന്നിലായിട്ട് തന്നെ മറ്റ് വേറെ വീടുകൾ അവൈലബിൾ ആണ്. ഫ്രണ്ട് വ്യൂ ഒക്കെ ഈ ഒരു ഇതിലാണ് വരുന്നത്. ഇവിടെ നല്ലൊരു ഹാൻഡ് റീൽസ് ഒക്കെ ഈ സൈഡിലും യൂസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സ്റ്റെയറിലോട്ട് കയറിപ്പോകുന്ന ഒരു ഭാഗത്ത് തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു സംഭവം പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പൂജാ റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെയാണ് ടിവി യൂണിറ്റ് വരുന്നത്. നമുക്ക് ഇതൊരു ചെറിയൊരു പോർഷൻ നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പൂജാ റൂമൊക്കെ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. അതിനുള്ള ഒരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 79 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ലോണിനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഫുൾ സഹായം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വീട് വയ്ക്കുക അല്ലെങ്കിൽ വീട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീട് അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.